ലോകത്തിന്റെ അന്ത്യം സംഭവിച്ചതിന് ശേഷം പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് വിചാരണയ്ക്ക് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമ്പോൾ ഓരോരുത്തരും അവനവന്റെ കാര്യം എന്ന് മാത്രം നോക്കി ഓടുന്ന ഒരു സമയമുണ്ട്. തന്നെ കൊണ്ട് തിന്മ ചെയ്യിക്കാൻ കാരണമായവരെ ശപിക്കുന്ന നേരം, തന്നെ വഴികേടിലേക്ക് കൊണ്ടുപോയവരെ പഴി പറയുന്ന നേരം, തനിക്കുപകാരം ചെയ്തവരെ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത നേരം, യൗമ യദുഉ ആദമുൻ വല്ലംബിയാ, ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ നഫ്സി 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 നഫ്സിയാ, എന്റെ കാര്യം റബ്ബേ, എന്റെ കാര്യം എന്താകും പടച്ചവനെ, ഞാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് ഓരോ നബിമാരും വിളിച്ചു പറയുന്ന നേരത്ത് ലോകത്തിന്റെ ഗുരു മാത്രമാണ് വ്യത്യസ്തമായ ഒരു വാക്ക് പറയുന്നത്. യൗമ യദുഉ ഖൈറു ഖൽഖിൽ അംബിയാ, അംബിയാക്കളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന വാക്ക് ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തികൾ, എന്റെ അനുയായികൾ അവരെ രക്ഷപ്പെടുത്തണേ. ഹബീബിന്റെ മക്കളെ കുറിച്ചല്ല പറയുന്നത്, ഹസൻ ഹുസൈൻ എന്ന രണ്ട് പേരമക്കളെ കുറിച്ചല്ല പറയുന്നത്, റളിയല്ലാഹു അൻഹുമാ അവരുടെ ഉപ്പയായ അബുൽ ഹസൻ അലി തങ്ങളെ കുറിച്ചല്ല പറയുന്നത്, കരളിന്റെ കഷ്ണമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ ഫാത്തിമത്തു സഹ്റാ തങ്ങളെ കുറിച്ചല്ല നബി തങ്ങൾ പറയുന്നത്. എന്റെ ഉമ്മത്തികൾ, അല്ലാഹ് എന്റെ ഉമ്മത്തികൾ, അവരിൽ കള്ളു കുടിച്ചവരുണ്ടാകാം, തിന്മ ചെയ്തവരുണ്ടാകാം, തിന്മകൾ ചെയ്തു കൂട്ടിയവരുണ്ട് റബ്ബേ, അവർ എന്റെ ഉമ്മത്തികളാണ്, എന്നെ വിശ്വസിച്ചവരാണ്, അവർക്ക് മാപ്പ് നൽകണേ, അവർക്ക് മാപ്പ് നൽകണേ, പുറത്തു കൊടുക്കണേ എന്ന് ഉമ്മത്തികളെ ഓർത്ത് കരയുന്ന ഒരു നബിയെ നാളെ മഹ്ശറയിലുള്ളൂ. അത് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. കൂഫക്കാരുടെ മുമ്പിൽ ഭരണാധികാരം ഏറ്റെടുത്ത് ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു കൂഫയിലെ പണ്ഡിതന്മാരെ സ്വഹാബികളെ വിരിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ അഹ്ലൽ കൂഫ, കൂഫക്കാരെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മാഹിയ അർജൽ ആയത്തി ഫിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത്, അല്ലാഹുവിൽ നിന്ന് പാപമോചനം നമുക്ക് ലഭിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണ്? അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഈ ആയത്താണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ, പറയൂ നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തിന്മ ചെയ്തവരെ, പാപങ്ങൾ ചെയ്തവരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാവുമെന്ന് ഒരിക്കലും ചിന്തിച്ചു പോവരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തൗബ ചെയ്താൽ ഏത് പാപവും ശിർക്കടക്കം തൗബ ചെയ്താൽ അല്ലാഹു പൊറുക്കും. തൗബയില്ലാതെ തന്നെ വേണമെങ്കിൽ അല്ലാഹുവിന് മറ്റെല്ലാ തെറ്റുകളും പുറത്തു തരാം. അതുകൊണ്ട് നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. എന്റെ അടിമകളോട് പറയൂ നബിയേ, അവരോട് പറയണേ, നിരാശപ്പെടരുത്. അല്ലാഹു നിങ്ങളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്, നിങ്ങൾ തിന്മയിൽ കുളിച്ചു വന്നവരാണെങ്കിൽ തന്നെയും.
അലി റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുന്നു, എന്നാൽ ഇന്നാ നഹ്നു അഹ്ലൽ ബൈത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ആയത്തല്ല, വേറൊരു ആയത്താണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്. അത് സൂറത്തുൽ ളുഹായിലെ ആയത്താണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാഹ്. അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു അങ്ങേക്ക് നൽകും നാളെ പരലോകത്ത്. ഹത്താ തർലാഹ്, അങ്ങേക്ക് പൊരുത്തമാകുന്നവരെ അല്ലാഹു അങ്ങേക്ക് നൽകും നബിയേ. ഇത് പറഞ്ഞപ്പോ ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, വലൻ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ, എന്റെ ഉമ്മത്തികളിൽ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തമാവില്ല. ഞാൻ പൊരുത്തപ്പെടുന്നവരെ അല്ലാഹു നൽകുമെന്ന് പറഞ്ഞില്ലേ, അതിനർത്ഥം എന്റെ ഉമ്മത്തികളിലെ അവസാനത്തെ ആള് പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ആയത്തിന്റെ സാരം. അതുകൊണ്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ നമുക്ക് വകയുള്ള ആയത്ത് ഹബീബായ നബി ഞങ്ങൾക്ക് അല്ലാഹു മതിവരോളം കൊടുക്കും എന്ന് പറഞ്ഞ ആയത്താണ്. കാരണം ഒരാളെങ്കിലും നരകത്തിൽ വീണാൽ എനിക്ക് മതിവരില്ല, എനിക്ക് ഇഷ്ടമാവില്ല എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. അതുകൊണ്ട് അവസാനത്തെ ആളെ പോലും ഈ ഉമ്മച്ചിയാവണം. ഹബീബിനോടുള്ള സ്നേഹം വേണം, ഹബീബിനോടുള്ള മഹബ്ബത്ത് വേണം, അവിടുന്ന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണം. അവിടുത്തെ ശഫാഅത്ത് കൊണ്ടേ ഇനി രക്ഷയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബിന്റെ തിരുദർശനം സ്വപ്നത്തിലും നാളെ യഖ്ളത്തിലും നൽകണമേ തമ്പുരാനെ. അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തികളായി ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാഹ്. പടച്ചവനെ, അവിടുന്ന് പൊരുത്തപ്പെടുന്നവരെ, തൃപ്തിയാകുന്നവരെ, മനസ്സിന് മതി വരുന്നവരെ നീ നൽകുമെന്ന് പറഞ്ഞില്ലേ? അവിടുന്ന് മറുപടി പറഞ്ഞല്ലോ, ഒരാളെങ്കിലും അവിടുത്തെ ഉമ്മത്തിയിൽ നരകത്തിലുണ്ടെങ്കിൽ അവിടുന്ന് തൃപ്തിപ്പെടില്ല എന്ന് റബ്ബേ. ആ ഒരായത്തിന്റെ ആശയത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സ്നേഹിതന്മാർ, ദീനിന്റെ സദസ്സുകളിൽ വന്നിരുന്നവർ, ഇതിനു വേണ്ടി ദീനിനു വേണ്ടി പണിയെടുത്തവർ, ഞങ്ങളുമായി കടപ്പാടുള്ളവർ, ബന്ധമുള്ളവർ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവർ, ഖൽബ് കൊണ്ട് ഞങ്ങളോട് സ്നേഹമുള്ളവർ, അല്ലാഹുവേ, ദീനിനോട് മഹബ്ബത്തുള്ളവർ, അർഹമർ റഹീമേ, ഞങ്ങളെല്ലാവർക്കും നിന്റെ ഹബീബിന്റെ അനുയായികളിൽ ചേർന്ന് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.